വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയിരിക്കുന്നു. മോദി മറൈൻ ഡ്രൈവിലെ വേദിയിലാണ് ഇപ്പോഴുള്ളത്. ധീവരസഭയുടെ സുവർണ ജൂബിലി പരിപാടികൾ അവിടെ നടക്കുകയാണ്. അതിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിലാണ്. ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ക്ഷണമില്ലാത്തതിനെ തുടർന്ന് സർക്കാർ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. സമാന്തരമായി അവർ ഉദ്ഘാടനവും തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ട്, പക്ഷേ അദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 5500 കോടി രൂപ ചിലവിട്ട് BPCL കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളിപ്രൊപ്പൈലൈൻ പ്ലാന്റിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. ദേശീയപാത 64 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6 വരിപ്പാതയും കോഴിക്കോട് ബൈപ്പാസിന്റെ വേങ്ങളം രാമനാട്ടുകര 6 വരിപ്പാതയും ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് മന്ത്രി ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ഉച്ചയ്ക്ക് ദേശീയപാതയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതിഷേധ റോഡ് ഷോ നടത്തുന്നുണ്ട്. കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്ന് ആരംഭിച്ച് നഗരത്തിൽ മലാപ്പുറമിലൂടെ വെങ്ങളം വരെ റോഡ് ഷോ നടത്താനാണ് തീരുമാനം. ഉച്ചയ്ക്ക് 1:15 കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക. 5500 കോടിയിലധികം രൂപ ചെലവിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളിപ്രൊപ്പൈലൈൻ യൂണിറ്റിന്റെ ഉദ്ഘാടനവും കൊല്ലം വെസ്റ്റ് കല്ലടയിൽ സ്ഥാപിക്കുന്ന 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 2650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മുംബൈ കന്യാകുമാരി ഇക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായുള്ള തലപ്പാടി ചെങ്കള സെക്ഷൻ 6 വരിപ്പാത 2140 കോടി രൂപ ചെലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകരെ 6 വരിപ്പാതയെ നവീകരിച്ച കോഴിക്കോട് ബൈപ്പാസ്, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും ഇതോടൊപ്പം നടക്കും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2:15 മുതൽ 3:15 വരെ കലൂർ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനത്തിൽ മോദി പങ്കെടുക്കും. കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന NDA സമ്മേളനത്തിൽ 1.5 ലക്ഷം പ്രവർത്തകരും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ 16,000-ലധികം പ്രവർത്തകരും പങ്കെടുക്കും. ശേഷം വൈകുന്നേരം 3:20 അദ്ദേഹം തിരികെ നാവിക ആസ്ഥാനത്ത് നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോകും. പണ്ടിറങ്ങുമ്പോൾ അവർ നമ്മുടെ